പശ്ചിമബംഗാളിലേക്ക് പോയാൽ പരസ്യപ്രചാരണം ഒരു ഘട്ടത്തിൻ്റെ അതായത് ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൻ്റെ പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കുകയാണ്. ജയ്പാൽഗുരി, ഡാർജിലിംഗ്, മാൽഡ തുടങ്ങിയ 16 ജില്ലകളായി 152 മണ്ഡലങ്ങളിലെ വോട്ടർമാരാണ് മറ്റന്നാൾ പോളിംഗ് ബൂത്തിൽ എത്തുന്നത്. തയ്യാറെടുപ്പുകൾ അവസാന ഘട്ടത്തിലാണെന്നും സുരക്ഷ ശക്തമാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട്. ജിഷ്ണു കൃഷ്ണൻ വിശദാംശങ്ങൾ നൽകും. ജിഷ്ണു, ശക്തമായ പ്രചാരണം നടത്തുന്ന സംസ്ഥാനം പശ്ചിമബംഗാൾ. മമതാ ബാനർജിയെ സംബന്ധിച്ച് വീണ്ടും അധികാരത്തിലെത്തുക എന്നുള്ളതാണ് പ്രധാനം. അതേസമയം BJP ശക്തമായ പോരാട്ടം നടത്തുകയാണ്. ഇത്തവണ അധികാരത്തിലേക്ക് എത്തണം എന്നുള്ള ദൃഢനിശ്ചയത്തോടെ മുന്നോട്ട് പോവുകയാണ്. വനിതാ സംവരണ ബില്ലടക്കം വലിയ തരത്തിൽ ചർച്ചയാക്കിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. വിശദാംശങ്ങൾ. ശക്തമായ പോരാട്ടമാണ് പശ്ചിമബംഗാളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രചാരണത്തിൽ കാണാൻ സാധിച്ചത്. ഇന്ന് ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ പരസ്യപ്രചാരണം അവസാനിക്കുകയാണ്. മമതാ ബാനർജി ഉൾപ്പെടെയുള്ളവർ തൃണമൂൽ കോൺഗ്രസിന് വേണ്ടിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കൂടാതെ ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്ത തുടങ്ങിയവർ BJP സഖ്യത്തിന് വേണ്ടിയും ഇന്ന് അവസാന ഘട്ടത്തിൽ പ്രചാരണത്തിന് ഈ ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിലെ പ്രചാരണത്തിന് എത്തുന്നുണ്ട്. അവിടങ്ങളിൽ അങ്ങനെ ചൂണ്ടിക്കാട്ടിയതുപോലെ ഏറ്റവും അവസാനത്തേക്ക് എത്തിയപ്പോൾ വനിതാ സംവരണമായിരുന്നു ചൂടുപിടിച്ച ചർച്ച. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാട്ടിയത് ബംഗാളിന്റെ പെൺകുട്ടികൾക്ക് ലഭിക്കേണ്ടിയിരുന്ന അവകാശമാണ് തൃണമൂൽ കോൺഗ്രസും എല്ലാം ചേർന്നുകൊണ്ട് ഗൂഢാലോചന നടത്തി ഇല്ലാതാക്കിയത് എന്ന വലിയ പ്രചാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നടത്തിയിരുന്നു. അതിന് പ്രധാനമന്ത്രിയുടെ നാടകമാണ് ഇതെല്ലാം എന്ന മറുപടിയാണ് മമതാ ബാനർജി നടത്തിയിട്ടുള്ളത്. അത്തരത്തിൽ അതിശക്തമായിട്ടുള്ള പ്രചാരണം നടത്തുന്നു. തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ച് കഴിഞ്ഞ മൂന്ന് ടേമായി സംസ്ഥാനം ഭരിക്കുകയാണ് മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ തൃണമൂൽ കോൺഗ്രസ്. അതിന് അവസാനം വരുത്തിക്കൊണ്ട് ഇത്തവണ ബംഗാൾ പിടിച്ചെടുക്കും എന്ന വലിയ പ്രഖ്യാപനം BJP നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 77 സീറ്റുകളുടെ വലിയ മുന്നേറ്റം, അതായത് 4 സീറ്റുകളിൽ നിന്ന് 77 സീറ്റുകളിലേക്കുള്ള ഒരു വലിയ മുന്നേറ്റം സംസ്ഥാനത്ത് BJPക്ക് നടത്താൻ സാധിച്ചിരുന്നു. ഇത്തവണ 100-ൽ കൂടുതൽ സീറ്റുകൾ പിടിച്ചെടുത്തുകൊണ്ട് സംസ്ഥാനത്തേക്ക് ഭരണത്തിലേക്ക് എത്താൻ ഈ ആദ്യഘട്ടത്തിൽ 152 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. രണ്ടാം ഘട്ടം ഏപ്രിൽ 29-ന് നടക്കുന്നു. ആദ്യഘട്ടത്തിലെ പരിശോധിക്കുമ്പോൾ കൂച്ച് ബിഹാർ, ജൽപൈഗുരി, ഡാർജിലിംഗ്, മാൽഡ തുടങ്ങി 16 ജില്ലകളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. അതായത് അതിർത്തി പ്രദേശങ്ങളിലും ഉണ്ട്, ഒപ്പം പ്രധാനപ്പെട്ട നഗര കേന്ദ്രീകൃത മേഖലകളിലുമെല്ലാം തന്നെ വോട്ടെടുപ്പ് നടക്കുന്നുണ്ട്. സുവേന്ദു അധികാരി മത്സരിക്കുന്ന നന്ദിഗ്രാം ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ വോട്ടെടുപ്പിലേക്ക് കടക്കുന്നു. കൂടാതെ വടക്കൻ ബംഗാളിലെ അതിർത്തി പ്രദേശങ്ങൾ, ഇവിടങ്ങളിൽ കഴിഞ്ഞ തവണ BJPക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ച മേഖലകളിലാണ്. ഒപ്പം ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ പ്രത്യേകിച്ച് അതിർത്തി മേഖലകളിലേക്ക് തൃണമൂൽ കോൺഗ്രസിനെതിരെ അതിശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നുള്ളതാണ് BJP കണക്കുകൂട്ടുന്നത്. ഇവിടങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അതിശക്തമായ പ്രചാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് മറ്റന്നാൾ ആദ്യഘട്ടത്തിൽ 152 മണ്ഡലങ്ങളിലെ വോട്ടർമാർ ജനവിധി രേഖപ്പെടുത്തും. 29-നാണ് രണ്ടാം ഘട്ട വോട്ടെടുപ്പ്. ബംഗാൾ ആർക്കൊപ്പം നിൽക്കും എന്നുള്ളത് ദേശീയ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് പോലും ഏറെ നിർണായകമാണ്. അവിടെ മമതാ ബാനർജിക്ക് തുടരാൻ സാധിക്കുമോ, അതല്ല ബംഗാൾ BJP പിടിച്ചെടുക്കുമോ എന്നുള്ളത് ദേശീയ രാഷ്ട്രീയം തന്നെ ഉറ്റുനോക്കുകയാണ്. അഖില. ജിഷ്ണു, ഒരു പ്രധാനപ്പെട്ട കാര്യം, അതായത് ദീർഘകാലത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണം അവസാനിപ്പിച്ചാണ് 2011-ൽ മമതാ ബാനർജി അധികാരത്തിലെത്തുന്നത്. ബീഹാർ പോലെ തന്നെ നിതീഷ് കുമാർ നീണ്ടകാലം ഭരിച്ചതുപോലെ മമതാ ബാനർജി ബംഗാൾ ഭരിക്കുകയാണ്. വീണ്ടും ഒരു അവസരമാണോ ഉണ്ടാവുക? ഒരു സാഹചര്യം എങ്ങനെയാണ്? ബംഗാളിൽ അതിശക്തമായി വേരുറപ്പിക്കാൻ തൃണമൂൽ കോൺഗ്രസിനും അത് മമതാ ബാനർജി എന്ന നേതാവിന്റെ മാത്രം കരുത്തിൽ തൃണമൂൽ കോൺഗ്രസിന് അവിടെ ശക്തമായിട്ട് വേരുറപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. വർഷങ്ങൾ നീണ്ട ഇടതു ഭരണത്തിന് അറുതി വരുത്തിക്കൊണ്ട് ജനങ്ങൾക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാനാകും എന്ന പ്രഖ്യാപനത്തോടു കൂടിയായിരുന്നു തൃണമൂൽ കോൺഗ്രസിന്റെ കടന്നുവരവ്. നിലവിൽ സംസ്ഥാനത്ത് നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, ഒപ്പം ഏറ്റവും പ്രധാനമായി കൂച്ച് ബിഹാർ മേഖലയിലും നോർത്ത് സൗത്ത് 24 പർഗാനസ് മേഖലയിലും എല്ലാം തന്നെ അവിടങ്ങളിൽ അതിശക്തമായ വോട്ട് ബാങ്ക് രൂപീകരിച്ചെടുക്കാനും തൃണമൂൽ കോൺഗ്രസിന് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ അതിർത്തി മേഖലകളിൽ ഉണ്ടാകുന്ന അവിടങ്ങളിൽ ഉണ്ടായിട്ടുള്ള അതിശക്തമായിട്ടുള്ള ഭരണവിരുദ്ധ വികാരത്തെ ഈ വോട്ട് ബാങ്ക് കൊണ്ട് മറികടക്കാൻ സാധിച്ചാൽ മാത്രമേ തൃണമൂൽ കോൺഗ്രസിന് ഇത്തവണ പിടിച്ചു നിൽക്കാൻ സാധിക്കൂ എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകർ നിലവിൽ വിലയിരുത്തുന്നത്. അവിടെ അതിശക്തമായ ഒരു മുന്നേറ്റം നടത്താൻ BJPക്ക് ഇത്തവണയും സാധിക്കും എന്നുള്ളതും രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കാരണം 2021 തെരഞ്ഞെടുപ്പിൽ അതിശക്തമായ മുന്നേറ്റം അവിടെ സാധിച്ചു. നന്ദിഗ്രാമിൽ വൻ കുതിച്ചുചാട്ടം BJPക്ക് ഉണ്ടാക്കാൻ സാധിച്ചു. അതുകൊണ്ട് ബംഗാളിൽ
BJPയും തൃണമൂൽ കോൺഗ്രസും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തുന്നു എന്ന വിലയിരുത്തലാണ് നിലവിലുള്ളത്. പ്രചാരണത്തിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിലെ പ്രചാരണത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ മറ്റ് രാഷ്ട്രീയ വിഷയങ്ങൾക്കപ്പുറത്തേക്ക് വനിതാ സംവരണം ഏറ്റവും കൂടുതൽ ചർച്ചയാക്കാൻ BJP ശ്രമിച്ചിട്ടുണ്ട്. സ്ത്രീകൾക്ക് ലഭിക്കേണ്ട അവകാശം തൃണമൂൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ ഇല്ലാതാക്കി എന്ന വലിയ പ്രചാരണം നടത്തിയിട്ടുണ്ട്. അത് തൃണമൂൽ കോൺഗ്രസിന് തിരിച്ചടിയാകുമോ എന്നതും നോക്കിക്കാണേണ്ടതാണ്. അഖില. ശരി, ജിഷ്ണു കൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ തന്നെ വനിതാ സംവരണ ബിൽ പശ്ചിമ ബംഗാളിലെ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ എന്ന് നമ്മൾ നോക്കിയിരുന്ന് അറിയേണ്ടതാണ്. തമിഴ്നാട്ടിലും അതേ സാഹചര്യം തന്നെയാണ്. പശ്ചിമ ബംഗാളിനെ സംബന്ധിച്ച് ദീർഘകാലം കമ്മ്യൂണിസ്റ്റ് ഭരണമായിരുന്നു. ആദ്യം കോൺഗ്രസ് ആയിരുന്നു, പിന്നീട് ദീർഘകാലം കമ്മ്യൂണിസ്റ്റ് ഭരണമായിരുന്നു. അതിന് ശേഷമാണ് മമതാ ബാനർജി അമ്മ മണ്ണ് മനുഷ്യൻ, അതായിരുന്നു മമതാ ബാനർജി ഉയർത്തിക്കൊണ്ടുവന്ന മുദ്രാവാക്യം. ആ മുദ്രാവാക്യം 15 വർഷമായി അവർക്ക് അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ഇനി എന്ത് സംഭവിക്കും, വോട്ടർമാരുടെ മനസ്സിൽ എന്ത് എന്നറിയാൻ നമ്മൾ കാത്തിരുന്നേ മതിയാവൂ. അത് നമുക്ക് അറിയാനായിട്ട് മെയ് 4 വരെയും കാത്തിരിക്കാം.